ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് RJ ശ്രീശാന്ത് ആണ്. അപ്പോൾ ലൗഡ് സ്പീക്കറിലൂടെ എന്നും നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷനൊക്കെ ദിവസവും നമ്മൾ അറിയാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്ന് ജാനുവരി 15 ഇന്ത്യൻ ആർമി ഡേ ആണ്, ഇന്ത്യൻ കരസേനാ ദിനം. ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീരത്തെയും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സുപ്രധാന ദിനമാണ് ദേശീയ കരസേനാ ദിനം. ഇന്ത്യയുടെ അവസാന ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജനറൽ ഫ്രാൻസിസ് റോയ് ബുഷറിൽ നിന്നും KM കരിയപ്പ കരസേനാ മേധാവിയെ സ്ഥാനമേറ്റെടുത്ത ദിനമാണ് കരസേന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ ആർമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രോമാഞ്ചം വരുമല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ആർമിയിൽ ചേരാൻ ഒന്ന് കയറിപ്പറ്റാൻ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഇന്ത്യൻ ആർമി ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന്, അതിലുപരി നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയ കാശ്മീരിലെ അതിർത്തി കാക്കുന്ന ആദ്യ മലയാളി വനിതയും ആസാം റൈഫിൾസിലെ ധീര സൈനികയുമായ റൈഫിൾ വുമൺ ആതിര K. പിള്ളയാണ് ഇന്ന് നമ്മളോടൊപ്പം ലൗഡ് സ്പീക്കറിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം മാം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ആതിര മാഡത്തിനെ എല്ലാവരും കണ്ടതാണല്ലേ. എന്നിരുന്നാലും ആശ്രയ FM 90യുടെ ലിസണേഴ്സിന് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എന്റെ പേര് ആതിര K. പിള്ളെ. ഞാൻ ബിലോങ് ചെയ്യുന്നത് ആസാം റൈഫിൾസിൽ നിന്നാണ്, നാട്ടിൽ കായംകുളം. എന്റെ റാങ്ക് റൈഫിൾ വുമനിലാണ്. ഞാൻ റൈഫിൾ വുമൻ GD, അതായത് ജനറൽ ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. ഓക്കെ. അപ്പൊ കാശ്മീരിൽ അതിർത്തിയാക്കുന്ന ആദ്യ മലയാളി സൈനികയായിരുന്നു മാം അല്ലേ. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ആർമി കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അതുപോലെ കാശ്മീരിലെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമ്പോ എന്താ പറയാ, ഭയങ്കര ഒരു ഭീകരത നിറഞ്ഞ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ അല്ലേ. പക്ഷെ ഇപ്പൊ അതായത് ഞങ്ങളുടെ ബറ്റാലിയൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള രീതിയിലൊന്നും അല്ല. കാശ്മീർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലൊരു പേടിയും കാര്യങ്ങളും ഒക്കെയാണ് നോർമലി ഉണ്ടാവുക. പക്ഷെ കണ്ടിടത്തോളം വലിയ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല. ഒരു എന്താ പറയാ, നല്ലൊരു മനോഹാരിത നിറഞ്ഞൊരു അന്തരീക്ഷം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാം, വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ആർമി എന്നത്. അപ്പോൾ എങ്ങനെയാണ് ആർമി എന്ന ഈ മേഖലയിൽ മാഡം എത്തിച്ചേർന്നത്? അതുപോലെ എന്തുകൊണ്ടാണ് ഈ മേഖല മാം ചൂസ് ചെയ്തത്? ഞാനിവിടെ എത്തിച്ചേരാൻ കാരണം എന്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ ഈ ഒരു ഫീൽഡിലായിരുന്നു. അപ്പോ അച്ഛനെ കണ്ടും അച്ഛന്റെ കൂടെ കോട്ടേഴ്സിലൊക്കെ നിന്നുള്ള പരിചയമൊക്കെ ആയപ്പോഴേ ഞാൻ കുട്ടിക്കാലം പോലെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു യൂണിഫോം അണിയണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു എന്താ പറയാ, ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റി. ഇപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു യൂണിഫോം എനിക്ക് കിട്ടി. ഞാൻ നമ്മുടെ നാടിന് വേണ്ടി തന്നെ ഞാൻ കാവൽ നിൽക്കുകയാണ്. അപ്പൊ അവസാനം ആ യൂണിഫോം അണിഞ്ഞു അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ആർമി സെലക്ഷൻ പ്രോസസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് അല്ലേ. സോ അപ്പോൾ എങ്ങനെയായിരുന്നു ആ സെലക്ഷൻ പ്രോസസ് ആൻഡ് ട്രെയിനിങ് പീരീഡ് ഒക്കെ? അതായത് ഞങ്ങളുടെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്, ഞാൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് വഴി വന്നത്. അതായത് സർവീസ് ഇരിക്കെ അച്ഛനമ്മമാര് മരിച്ച കുട്ടികൾക്ക് ജോലി ലഭിച്ച അങ്ങനെ ഒരു വേക്കൻസി ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ എന്റെ അച്ഛൻ സർവീസ് ഇരിക്കെ മരണപ്പെട്ടു. അപ്പോ അച്ഛന്റെ ജോലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോ അതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സും ഒക്കെ മേഘാലയ ഷില്ലോങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. റിട്ടേൺ എക്സാം ഒഴികെ ബാക്കി എല്ലാ ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. റിട്ടേൺ എക്സാം ഇല്ലായിരുന്നു? ഇല്ല, ആ ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളായിരുന്നു, റിട്ടേൺ എക്സാം ഇല്ലായിരുന്നു. യെസ് മാഡം. അപ്പോൾ ട്രെയിനിങ് പീരീഡിലേക്ക് റോഡ് മാർച്ച് ആൻഡ് BPT ഒക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അതായത് PPT ഉണ്ട്, BPT ഉണ്ട്, റോഡ് മാർച്ച് ഉണ്ട്. അതായത് PPT 2.5 കിലോമീറ്റർ, BPT 5 കിലോമീറ്റർ, പിന്നെ റോഡ് മാർച്ച് 8, 16, 32 അങ്ങനെയാണ്. ഇതിന്റെ കൂടെ നമുക്ക് ബാക്ക് പാക്കിംഗ് കാണില്ലേ? ഉണ്ട്. PPTക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ബാക്ക് പാക്ക് ഉണ്ട്, വെപ്പൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഹാർഡായിട്ട് തോന്നിയത് റോഡ് മാർച്ച് ആയിരുന്നു. കാരണം നമ്മള് 10-20 കിലോ വെയിറ്റും ബാഗും വെപ്പണും എല്ലാം ക്യാരി ചെയ്ത് വേണം. 8 കിലോമീറ്റർ 16 കിലോമീറ്റർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ 32 കിലോമീറ്റർ വരുമ്പോ ഭയങ്കരമായിട്ട് എന്താ പറയാ, അതൊരു നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കാരണം ബാഗും വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ 32 കിലോമീറ്റർ വെയിറ്റും എല്ലാം പിടിച്ചു പോവാന്ന് പറയുമ്പോ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടിയാണ് അത്. അപ്പൊ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നോ? കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആർമി എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്, അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ച് കഷ്ടപ്പാട് കൂടുതലാണ് എന്ന്. ലൈക്ക് ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലൊക്കെ ആണെങ്കിൽ കുറച്ചധികം ഇവന്റ്സ് ജെൻസിന് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറച്ച്, അതായത് എല്ലാ ഇവന്റ്സും
കാര്യങ്ങളും ഈക്വൽ ആണ്. അങ്ങനെ അവിടെ ജെൻസെന്നോ ലേഡീസെന്നോ ഉള്ള ഒരു വ്യത്യാസം അവിടെ ആകെപ്പാടെ എനിക്ക് തോന്നിയില്ലെന്നോ. ലേഡീസിന് അലോഡ് അല്ലാത്തെന്ന് ചിന്നപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ജെൻസും ലേഡീസും സെയിം ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഹാർഡാണ്, ഈക്വലാണ് രണ്ടുപേർക്കും. ഓക്കെ. അപ്പൊ തുടക്കത്തിലൊരു ഡിഫിക്കൽട്ടി എങ്ങനെയായിരുന്നു രണ്ടുപേരും ഒരുപോലെ പരേഡിനൊക്കെ പോകുമ്പോഴും അതുപോലെ ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോഴും? നമ്മളിപ്പോ നാട്ടിൽ വെച്ച് നോക്കുമ്പോ ഞാൻ അങ്ങനെ ഓടാനോ ഓട്ടത്തിലോ ചാട്ടത്തിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ ക്ലാസ്സിൽ പോവാ പഠിക്കുക തിരിച്ചു വരാം, അല്ലാതെ ഒരു ഇവന്റ്സിനും കാര്യത്തിനും ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഈ ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് ഞാൻ എന്റെ ബികോം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇതിലോട്ട് തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഓടുമായിരുന്നു. പിന്നെ ട്രെയിനിങ്, അതായത് ഞങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഓടാൻ തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഇവിടെ ഓടുന്ന കൂട്ടൊന്നും ഉള്ള ഓട്ടം അല്ല നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ. അതിന് ഒന്നുകൂടെ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അല്ലേ? കുറച്ചല്ല, നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ ആർമി പോലുള്ളൊരു മേഖലയിലേക്ക് ആദ്യമായി കരിയർ ചൂസ് ചെയ്തപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ഒരു സമീപനം എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത് ചേരുന്ന സമയത്ത് എന്റെ ആഗ്രഹം എല്ലാവരോടും പറയുമ്പം എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനൊക്കെ ഇല്ലേ, ഇപ്പൊ പെണ്ണല്ലേ നീ, എന്താ ചെയ്യാൻ, അങ്ങനെയൊക്കെ എന്നോട് കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ ഈ ഫീൽഡിലായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. എന്നോട് ആദ്യമൊക്കെ പറഞ്ഞു പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്റെ ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു എനിക്കിത് പോയേ പറ്റത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല, ഈ വീട്ടിൽ തന്നെ പോകണം. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ സമ്മതിച്ചു. പിന്നെ വീട്ടുകാരെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ. അപ്പൊ സ്വയമുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ഒരു ആഗ്രഹ സാക്ഷാത്കാരം നടത്തിയതല്ലേ? അതെ അതെ. അപ്പൊ നീണ്ട 8 വർഷത്തെ സൈനിക ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ചോദിച്ചാൽ തീർച്ചയായും ഒരു സൈനിക എന്ന നിലയിൽ ഒന്നും കാണാതിരിക്കില്ലല്ലേ? സോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്താണത്? ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം എന്ന് വെച്ചാൽ, ഈ ജമ്മു കാശ്മീരിലോട്ട് പോസ്റ്റിംഗ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും നമ്മൾ നോർത്ത് ഈസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. എപ്പോഴും ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അങ്ങനെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് ഖേരു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ ഈ ഓക്സിജന്റെ ഒരു എന്താ പറയാ ഒരു അളവ് ഭയങ്കരമായിട്ട് കുറവുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനിങ് വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ള ട്രെയിനിങ്ങിന്റെ രീതിയേ അല്ല അവിടെ. എന്താ പറയാ, ഒരു ആർമിയുടെ അണ്ടറിലും കമാൻഡിലും ഉള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു അത്. അതായത് മൊത്തം എന്ന് വെച്ചാൽ മലയുള്ള മലഭാഗങ്ങളാണ് മൊത്തം ഏരിയയും കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ കൂടെ ഈ DPT ഒക്കെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റുള്ള ട്രെയിനിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹാർഡായിരുന്നു അവിടുത്തെ ട്രെയിനിങ്. ഓക്കെ. അപ്പം ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പേഴ്സണൽ ലൈഫും ആർമിയിലെ പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്തു പോകുന്നത്? അതെ, എന്നെ സംബന്ധിച്ച് നല്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഏതൊരു ആളെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ വീട്ടുകാർ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ നമ്മള് കടന്നു പോകും. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ കുഞ്ഞുണ്ട്, എനിക്ക് 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, ആദിഷ്. അവൻ വീട്ടിലാണ്, അമ്മയച്ഛനും എന്റെ അമ്മയൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്ത് നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക്. അതെ അതെ. അപ്പൊ കുഞ്ഞിന് മിസ്സിംഗ് ഒക്കെ ഉണ്ടോ അമ്മയെ? നന്നായിട്ടുണ്ട്. പക്ഷെ അവൻ എല്ലാരോടും മിങ്കിൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റഡ് ആണ് അവൻ. ഓക്കെ. അപ്പൊ കുഞ്ഞ് യൂസ്ഡ് ആയി തുടങ്ങിയല്ലേ? അതെ അതെ. ഒരു സൈനിക എന്ന നിലയിൽ നിരവധി വെപ്പൺസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സാധാരണ കാര്യമാണല്ലേ? സോ എന്തൊക്കെ വെപ്പൺസ് ആണ് മെയിൻലി മാം കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇപ്പം ഡ്യൂട്ടി റിലേറ്റഡ് LMG, 5.56 ഇൻഷാസ് റൈഫിള്, പിന്നെ AK-47 അതൊക്കെയാണ് മെയിൻലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മാം ഇപ്പൊ ഈ AK-47 എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് റിയൽ ആയിട്ട് നമ്മളൊന്ന് അതിന് ടച്ച് ചെയ്തപ്പോൾ, അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ? ഈ AK-47 അതായത് ട്രെയിനിങ് ടൈമിൽ നമുക്ക് ഫയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ വെപ്പൺസ് കിട്ടിയപ്പോൾ നമുക്ക് അത് ആദ്യം നമുക്ക് മനസ്സിലായിരുന്നു എങ്ങനെയും അത് ഷൂട്ട് ചെയ്യണം, അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആദ്യം. വെപ്പൺ കൈ കിട്ടിയപ്പോഴേ എന്താ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെ ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും എന്ത് ചെയ്യുമ്പോഴാണ് അതായത് വെടിയുണ്ട പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ വന്നു. പിന്നെ ട്രെയിനിങ് ടൈമിൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ പിന്നെ
കോമൺ ആയിട്ട് ഡ്യൂട്ടിയിലെല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻസാസ് റൈഫിളാണ്. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മാത്രം ക്യാരി ചെയ്യാൻ എളുപ്പം AK-47 ആണ്. ജോയിൻ ചെയ്ത് ആദ്യമായി ഒരു മിഷനിൽ പങ്കെടുക്കുക എന്നത് ഏതൊരു പട്ടാളക്കാരിയുടെയും അല്ലെങ്കിൽ ഏതൊരു പട്ടാളക്കാരന്റെയും മോസ്റ്റ് ഫേവറേറ്റ് ഉള്ള ഒരു നിമിഷമായിരിക്കും. അപ്പോൾ ആദ്യമായി പങ്കെടുത്ത ആ മിഷനെ പറ്റി ഒന്ന് പറയാമോ? ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? പട്ടാളക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അതിനകത്ത് ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊരു ദൗത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങള് ട്രെയിനിങ് ടൈമിൽ നമ്മളെ അത് പഠിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് ഗ്രൗണ്ട് ലെവലിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. എന്താണ് കുറവ്, എന്താണ് എവിടെയാണ് നമ്മൾ ആ കുറവ് നേടേണ്ടത് എന്നുള്ളതൊക്കെ. പക്ഷേ ഞങ്ങൾ മണിപ്പൂർ വന്ന സമയത്താണ് ആദ്യമായിട്ടൊരു ഓപ്പറേഷന് പോകുന്നത്. അന്നേരം മനസ്സിലൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് കാര്യം, ആദ്യമായിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു അത്. ഒരു 4 ദിവസത്തെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് എന്താ പറയാ, കാടും മലയൊക്കെ നിറഞ്ഞൊരു ഏരിയയിലായിരുന്നു. അതൊരു ഭയങ്കര ഒരു വലിയൊരു മിഷൻ എന്നൊന്നും പറയാനൊക്കത്തില്ല. എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പോയൊരു ഓപ്പറേഷൻ ആണ് അത്. അതൊരു വലിയൊരു മിഷനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കണക്കാക്കുന്നത്. മാം പറഞ്ഞു നോർത്ത് ഈസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റും നമ്മുടെ ഈ കാശ്മീർ ആ ഒരു ഏരിയയും തമ്മിൽ നല്ല ഒരു എൻവയോൺമെന്റ് ഡിഫറൻസ് ഉണ്ട്. അതിലെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോയത്? അതെ, അതായത് നോർത്ത് ഈസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലേഡീസ് റൈഫിൾ വുമൻസിനെ അവർ കോമൺ ആയിട്ട് എന്നും കാണുന്നുണ്ട്. പക്ഷേ കാശ്മീർ വന്ന സമയത്ത് ഇവർ ആദ്യമായിട്ടാണ് ലേഡീസ് റൈഫിൾ വുമൻസ് അതായത് ആർമിയിലുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ആദ്യമൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവിടുത്തെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല പേടിയുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടോ. പിന്നീട് ഞങ്ങൾ ഡെയിലി ADP ഒക്കെ പോയി അങ്ങനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഫ്രണ്ട്ലി ആയി. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഫോണിലൂടെ സംസാരിക്കുകയും എന്നും ഡെയിലി കാണാൻ വരികയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് ഇവർക്ക് സദ്ഭാവന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഇവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവരുമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്തണം സോഷ്യലിന്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോ ഇവർക്ക് ഇപ്പൊ പേടി മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവര് ഞങ്ങളോട് അടുക്കത്തില്ലായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഓക്കെ ആയി വരും. ഓക്കെ, അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഷ സംവിധാനം എങ്ങനെയാണ്? ഹിന്ദി തന്നെയല്ലേ? അപ്പം ഹിന്ദി തുടക്കത്തിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻ ആയിട്ട് ഇവര് യൂസ് ചെയ്യുന്നത് ഹിന്ദി തന്നെ, കോമൺലി ഹിന്ദി തന്നെയാണ്. എല്ലാവർക്കും ഹിന്ദി അറിയാം. പക്ഷെ എനിക്കും ആദ്യമൊക്കെ, അതായത് നമ്മളിപ്പം കേരളത്തിൽ അങ്ങനെ പൊതുവെ ഹിന്ദി ആരും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. നമ്മൾ വേറൊരു നാട്ടിലോട്ട് പോകുമ്പോഴേ ഹിന്ദി സംസാരിക്കും. ഇപ്പം ട്രെയിനിങ് ടൈം കുറച്ചൊക്കെ ഒരു ഹിന്ദിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ട്രെയിനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി. ഇപ്പം നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ പൊതുവെ ആർമി എന്ന മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവിനെ വളരെ താല്പര്യമില്ലാത്ത കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അങ്ങനെയുള്ള മനുഷ്യരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അതുപോലെ സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ കഴിയും? നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു നമ്മുടെ സൊസൈറ്റി ഇതിനെതിരെയാണെന്ന്. കാരണം പൊതുവെ അവർ മറ്റേ കണ്ണിലൂടെയാണ് നോക്കി കാണുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എന്നോടും ആദ്യമൊക്കെ അതെ ആദ്യം എന്നോടും പറയുന്നുണ്ടായിരുന്നു ഇതേ കൂട്ട് പോവരുത്, സ്ത്രീകൾക്ക് പറ്റിയ ജോലിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ചിന്താഗതിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോ ഒരുപാട് പേര് നമ്മുടെ സൈന്യത്തിൽ പങ്കെടുത്ത് സൈനികരായി പ്രവർത്തിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ തന്നെ എന്റെ യൂണിറ്റിൽ തന്നെ ഞങ്ങളിപ്പോ 3 മലയാളികളായിട്ടുണ്ട്. അതെ, കൂടുതൽ മലയാളികൾ വരുമ്പോ നമുക്ക് സന്തോഷമാണ്. ഉണ്ടല്ലോ, കൂട്ടിന് ആളുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഒരു പട്ടാളക്കാരി ആയിരുന്നില്ല എങ്കിൽ ഒരു പ്ലാൻ ബി പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഓർ മറ്റു ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു മാഡത്തിന്? എനിക്ക് മെയിനായിട്ട് എന്റെ ഒരു ആഗ്രഹം പട്ടാളത്തിൽ കയറണം. യൂണിഫോം എങ്ങനെയും അതിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. നമ്മളെ മൂവീസിലൊക്കെ കാണുമ്പോൾ ഒരുപാട് എന്താ പറയാ, പെട്ടെന്ന് അന്ന് ചില മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല അങ്ങനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് കുഞ്ഞിനെ മുതലുള്ള ആഗ്രഹം, എന്റെ ഒരു അറിവ് വന്ന സമയം മുതലേ എന്റെ ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പട്ടാളത്തിൽ പോകണം എന്നുള്ളായിരുന്നു. അതർവൈസ് അങ്ങനെ ഒരു ആഗ്രഹം നടന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോലീസോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തേനെ. ഓക്കെ, അപ്പൊ മറ്റേതെങ്കിലും യൂണിഫോം പോസ്റ്റുകൾ പിന്നെ നോക്കിയാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ആർമിയിൽ ഒരു സൈനിക ജീവിതം ആഗ്രഹിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ഒരു അഡ്വൈസ് ഓർ ഒരു മെസ്സേജ് എന്താണ്? നമ്മൾ ഇപ്പം ഏതൊരു മേഖലയായാലും അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു കൂലിപ്പണി ആയാലും അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ജോലി ആയാലും എന്ത് വീട്ടു ജോലി ആയാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു മൂല്യമുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു മേഖലയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു മൂല്യമുണ്ട്. അപ്പൊ ആരായാലും ഞാൻ പറയുന്നത് നമുക്കൊരു എയിം വേണം. ആ എയിമിൽ എത്തിപ്പെടാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. കാരണം ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട്. എന്നെ റിലേറ്റ് ചെയ്ത് ഞാൻ പറയാം, എനിക്ക് എന്റെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ ആ ഒരു അംബിഷൻ ആയിരുന്നു എനിക്കിത് കയറണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും എങ്ങനെയായാലും. തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരണം. അങ്ങനെ ആളുകളൊക്കെ പലതും പറയും, അതൊന്നും കേട്ട് നിൽക്കരുത്. നമ്മളോട് ഈ പറയുന്ന ആളുകളൊന്നും നമുക്ക് ഒരു രൂപ തരത്തില്ല. തീർച്ചയായിട്ടും. മനസ്സിലായോ? നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടാൻ എങ്ങനെയാണ് കുട്ടികൾ ചെയ്യേണ്ട കാര്യം, അതായത് ആസ്പിറൻസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ എന്നും ഓടാൻ പോവുക. പിന്നെ SCയുടെ വേക്കൻസി വരുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. അത് 100% ഷുവറാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആസാം റൈഫിൾസ് അല്ലാതെ മറ്റ് നിരവധി റെജിമെന്റ്സ് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണല്ലേ? പിന്നെന്താ, CMDയിലുണ്ട്. പിന്നെ ആർമിയിൽ തന്നെ കയറണമെന്നുണ്ടെങ്കിൽ ഓഫീസേഴ്സ് പോസ്റ്റ് നമുക്ക് ലേഡീസിനുണ്ട്. അത് ഡിഗ്രി ത്രൂ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് വരാം. പിന്നെ അല്ലെങ്കിൽ MBBS കഴിഞ്ഞ് വരുന്നവർക്ക് വരാം. മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ അങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റും. +2 കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനു വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പാരാമിലിറ്ററി ഫോഴ്സസ് ഏതായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ച് രാജ്യത്തിനായി സജ്ജരാകുന്നവരാണ്, പോരാടുന്നവരാണ് നമ്മുടെ ഈ സൈനികർ. അപ്പൊ സ്വന്തം കുടുംബവും ജീവനും മറന്നാണ് രാഷ്ട്രത്തിനായി അവരിങ്ങനെ സേവനം അർപ്പിക്കുന്നത്. നാം ഉറങ്ങുമ്പോഴും രാജ്യത്തിനായി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഓരോ ധീര സൈനികർക്കുമുള്ള ആദരവാണ് ഈ കരസേന ദിനം. ഈ ദിനത്തിൽ നമ്മളോടൊപ്പം അറിവും അനുഭവങ്ങളും പങ്കുവച്ചത് കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ ആർമിയുടെ ആസാം റൈഫിൾസ് റെജിമെന്റിലെ ധീര സൈനിക റൈഫിൾ വുമൺ ആതിര കെ പിള്ളയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മാം, ഒരുപാട് നന്ദി ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും. അതുപോലെ ആർമി എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായതിനും. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. അപ്പോൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിന്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കർ നിങ്ങൾ കേൾക്കുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.